ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും പ്രണാമം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സപ്താഹ പന്തലിൽ ഇരുന്നുകൊണ്ടാണ്. 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 7 ദിവസത്തേക്ക് ഭഗവാന്റെ കഥകള് ഇവിടെ ചർച്ച ചെയ്യണം, പാരായണം ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഭഗവാൻ തോന്നിച്ചു. അതനുസരിച്ച് നമ്മൾ വൃശ്ചി 1 മുതൽ അതിനെക്കുറിച്ച് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്നാണ് ധന്യാത്മാക്കളായിട്ടുള്ള ചില പെങ്കൊച്ചുങ്ങൾ എന്ന് വേണം പറയാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 45 വയസ്സോ 50 വയസ്സോ എന്നൊക്കെ പറയുന്ന പെങ്കൊച്ചുങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യമേ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടു. നരസിംഹ അവതാരത്തിന്റെയും പ്രഹ്ലാദസ്തുതിയുടെയും പ്രാധാന്യം പറഞ്ഞു. ശത്രുദോഷങ്ങൾ നീങ്ങാൻ വേറൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്നെ വിശ്വസിച്ച് എല്ലാവരും 10-15 പേരോളം അത് എന്താ പറയേണ്ട സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോഴേ എല്ലാവരുടെ ഉള്ളിൽ ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ലൈഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ സത്ത് സത്തിനോട് ചേരും. കന്നി എന്നാ കന്നും കൂട്ടത്തിൽ എന്ന പഴഞ്ചൊല്ല് പറയും നാട്ടിൻപുറത്ത്. അതുപോലെ കന്നിന് കന്നും കൂട്ടത്തിലേ പോകാനൊക്കെ ഉള്ളൂ. ആത്മവിചാരം ചെയ്യുന്ന ജീവനുകൾക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്നോടൊന്നും ആരും പരിഭവിക്കരുത്. നല്ല നല്ല പുണ്യാത്മാക്കളായിരിക്കുന്ന സ്ത്രീജനങ്ങള് അവരെ പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഭാഗവത കഥ കേട്ടോണ്ട് ഈ ഒരു ജീവനിലേക്ക് അട്രാക്ട് ചെയ്യുക. അമ്മേ ഞങ്ങൾക്ക് ഇനിയും കേൾക്കണമെന്ന്. ബാംഗ്ലൂര്, പൂനെ, ഡൽഹി, US എന്ന് വേണ്ട പല പല സ്ഥലങ്ങളിൽ കിടന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എൻ്റെ ആ വചനങ്ങൾ കേട്ടിട്ട് അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ പാലക്കാടുകാരിയുള്ള ഒരു അമ്മയാണ്. അത് ഭഗവത്ഗീത പകർത്തി എഴുതിയിരിക്കുന്ന ആളാണ്. അതാണ് കൂടുതലും അങ്ങോട്ട് അമ്മ ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഭഗവാനെ പറയിപ്പിക്കുന്ന അല്ലാതെ വേറൊന്നും അല്ലാന്ന് എനിക്കറിയാം. ഭഗവാൻ തോന്നുന്നു സംപ്രേര്യമാണസ്ത് പ്രകൃതി. ആ സമയത്ത് ഞാൻ ഇട്ടിരുന്ന വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ ആഭിചാര പ്രയോഗങ്ങളെ കുറിച്ച് മറ്റ് സബ്ജക്റ്റുകള് വിഷയങ്ങളാണ്, ധാരാളം വിഷയങ്ങളാണ് സംസാര ജീവിതത്തില്. അതൊക്കെ നിങ്ങൾ കയറി എല്ലാവരും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം. എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് കൂടി. സോഷ്യൽ മീഡിയയിൽ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇച്ചിരി ഉയർത്തിയിട്ടുണ്ട് നിങ്ങളെ. പക്ഷെ അത് എൻ്റെ സ്റ്റാറ്റസ് ഉയർന്ന, നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർന്നില്ല. സത്യം പറയാമല്ലോ, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഇന്നേരെ ഞാനൊരു കള്ളം കാണിക്കത്തുമില്ല, കള്ളം പറഞ്ഞ് ചതിക്കത്തുമില്ല. നിങ്ങളെ ആ വിചാര പ്രയോഗത്തെ കുറിച്ച് ഞാനിട്ട് അതൊരു സബ്ജക്റ്റാണ്, നമ്മുടെ ഒരു വിഷയമാണ്, ജീവിതത്തിലെ ഒരു വിഷയം. ഭൗതികമായ ജീവിതം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം. പക്ഷെ ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കണോ നിങ്ങളുടെ ജ്ഞാനതൃഷ്ണയെ? ജ്ഞാനതൃഷ്ണ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു, വളരെ സന്തോഷം. പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തയല്ല. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു തരണം. ഈ പ്രാപഞ്ചികമായ വിഷയങ്ങൾ ധാരാളം ഉണ്ട്, ഒരിക്കലും തീരാത്ത. കടലിലെ ഓളവും കരളിലെ മോഹവും എന്ന് പാട്ട് പറഞ്ഞ പോലെ ധാരാളം വിഷയങ്ങൾ പൊന്തി വന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം നമുക്ക് പറയാനും വാക്കുകളുണ്ട്. അതല്ല വേണ്ടത്. വിഷയങ്ങൾ ഇല്ലാതാക്കണം ജീവിതത്തിൽ നിന്ന്. വിഷയകരമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. അതിനാണ് ഞാൻ ഭാഗവതം പെട്ടെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു എൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലേ. ഇത് നിങ്ങൾക്ക് വളരെ ആദ്യമേ രുചിക്കത്തില്ല, അരുചിയാണ്. കാരണം ഈ കിടക്കുന്ന എവിടെ ഞാൻ പറഞ്ഞല്ലോ, കന്ന് കഴിഞ്ഞാൽ കന്നും കൂട്ടല്ല. കിടക്കുന്ന അസലായ ഭൗതികത്തില എന്താ പറയുന്നത്, വളരെ താഴ്ന്ന ബോധത്തിലാണ് നമ്മളിപ്പോഴേ. ഈ കാണുന്ന എല്ലാം സത്യമാണ്. ഈ വീടും ഈ മക്കളും ഈ സൊസൈറ്റിയും ഇതെല്ലാം സത്യമാണെന്ന് മിഥ്യാബോധത്തോടു കൂടി നിഴലിനെ പിടിക്കാൻ പോകുന്ന ഓടുക നമ്മള്. അതാണ് നിഴലിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രതിച്ഛായയാണ് ഈശ്വരന്റെ ഈ പ്രപഞ്ചം. അപ്പൊ നമ്മൾ ആ രൂപം കാണുന്നില്ല, അതിന്റെ രൂപത്തിന്റെ നിഴലാണ് കാണുന്നത്. നിഴല് സത്യമാണെന്ന് പറഞ്ഞ് ഓരോ ജന്മങ്ങളും കളഞ്ഞാലോ. അതുകൊണ്ടാണ് നിങ്ങളെ ഒരു മജീഷ്യനെ കൊണ്ട് ഒരു മാജിക്കാരനെ കൊണ്ട് ഞാൻ കളിപ്പിക്കത്തില്ല. ഞാനൊരു ആത്മജ്ഞാനിയാണ്. ഞാൻ തന്നെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആളാണ്. എൻ്റെ ഉള്ളില് ഇരിക്കുന്ന ആള് തന്നെയാണ് പുറത്തുള്ളതെന്ന് എനിക്ക് കണ്ടെത്തി കഴിഞ്ഞു. അതന്നെ ശ്രീകൃഷ്ണൻ എന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പം പരമാത്മാവായിരിക്കുന്ന ആ ബോധം, പരമാത്മബോധം എന്നിലെ
വികസിച്ച് വരുന്തോറും നിങ്ങളോട് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളോട് യാഥാർത്ഥ്യം സത്യം പരന്തീമഹി എന്ന ഭാഗവതം അങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൂടി ഉയർത്താൻ പറ്റുന്നെങ്കിൽ എൻ്റെ ഈ ജന്മത്തില് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഭാഗവതം തുടങ്ങാന്ന് വെച്ചാൽ. എന്നാലും 12 ദിവസം നമ്മള് ഓച്ചിറ പരബ്രഹ്മത്തിന്റെ സന്നിധാനത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴേ എന്റെ ചിന്ത എല്ലാവരോടും ഭാഗവതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാ ഇപ്പം നോക്കൂ, നമ്മൾക്ക് 6-ാം തീയതി പന്തലിട്ട് തരാമെന്ന് പറഞ്ഞതാണ് ഇത്. പക്ഷെ ഭഗവാൻ ഇന്നേ തന്നെ ഇങ്ങ് കയറിയെന്ന് വേണം പറയാന്. ആ ഡെക്കറേറ്റ് ചെയ്യുന്ന പിള്ളേർ വന്നിട്ട് പറഞ്ഞു, ഇന്നലത്തെ മഴ വലുതായിട്ട് കഴിഞ്ഞില്ലേ, ഇന്ന് നമുക്ക് നമ്മുടെ സപ്താഹ പന്തലങ്ങ് തുടങ്ങിയാലോ എന്ന് വെച്ചു. സപ്താഹ പന്തൽ തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ നമ്മൾ തലേ ദിവസം വരെ വിളിച്ചാലും പണിക്കാർ വരത്തില്ല. അപ്പൊ അതാണ് ഭഗവാൻ തന്നെ നടത്തുക. ഇത് അമ്മയ്ക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഇതിനകത്ത് റോള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സുഹൃതികളായ കുറച്ച് സ്ത്രീജനങ്ങളെ അമ്മയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ല സുഹൃതികളെ. കാരണം നമ്മൾ ധനം, വീട്, പൊസിഷൻ, നമ്മുടെ മക്കളുടെ പദവി ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ സമീപിക്കുന്നവരുണ്ട്. എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന പെൺകുട്ടികൾ അങ്ങനെയുള്ളവരല്ല. എന്റെ പെൺമക്കൾ കുറച്ച് പേര് ഇന്ത്യയിലും പുറത്തുമായിട്ടുണ്ട്. അവർക്ക് വേണ്ടത് എന്റെ ജ്ഞാനമാണ്. അവരാരും തന്നെ കുട്ടികൾക്ക് പ്രൊമോഷൻ കിട്ടണമെന്ന് പറയുന്നില്ല, വിവാഹം നടക്കണമെന്ന് പറയുന്നില്ല, അന്നും പറയുന്നില്ല. അവരാണ് സത്യത്തിൽ അവരുടെ ആവശ്യമാണ് ഭഗവാൻ എന്നിലൂടെ നിർവഹിക്കുന്നത്. സാമ്പത്തികം ഒന്നും മുടക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ, വെറുതെ നമ്മളെ എന്താ പറയുന്നത്, കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കും ടാറ്റ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഉണ്ട്. അസരം കോടീശ്വരന്മാരാണ് ഇവിടെ വരുന്നവര്. ഞാനേ ഉള്ളൂ സമ്പാദ്യം ഇല്ലാത്തത്. എനിക്കുണ്ടെന്ന് പറയാൻ 2 കരിമ്പടമാണ് എന്റെ സമ്പാദ്യം. ഞാൻ കാണിക്കാം നിങ്ങളെ എപ്പോഴെങ്കിലും. ഒരു ചെരിപ്പും. ഇഷ്ടമാതിരി ഭൂസ്വത്തുക്കളും ധനം ഉണ്ടായിട്ടും അതൊക്കെ ഈശ്വര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ധർമ്മകാര്യങ്ങൾക്കോ വിനിയോഗിക്കാതെ, അമ്മേ ഇനിയും പറയണം, ദിവസവും വീഡിയോ ഇടണം, ഞങ്ങൾ കേട്ടോളാം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നില് അമ്മ, ഞങ്ങൾ പണം മുടക്കാൻ തയ്യാറാണ്, ഞങ്ങളാ കഴിവതുപോലെ, കോടീശ്വരികളല്ല, എങ്കിലും നമുക്ക് 7 ദിവസം ഈ ഭാഗവതം അമ്മ അവിടെ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്ക് പിൻബലം തന്നത്. ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ, അവര് തരുവോ തരാതിരിക്കുവോ അല്ല, എനിക്ക് പിൻബലം തന്ന് എന്നോടൊപ്പം എന്റെ ഈ യൂട്യൂബ് കാണുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് ധന്യാത്മകളായ പെൺകുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എവിടെയോ കിടന്ന ഈ ജീവനുകളെല്ലാം എന്റെ ഗുരുവായൂരപ്പൻ എന്റെ കൺമുമ്പിൽ കൊണ്ട് തന്നു. ഈ പെൺകുഞ്ഞുങ്ങളെ ഭഗവത്ഗീത പകർത്തുന്നവരുണ്ട്, സിദ്ധിസായി ഭക്തരുണ്ട്, സ്വന്തം ക്ഷേത്രപാര ഉള്ളവരുണ്ട്, എല്ലാം ധന്യാത്മാക്കളായത്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രേരണയാണ് പെട്ടെന്ന് തന്നെ ഈ കൊച്ചു പന്തല്. അപ്പോൾ നമ്മൾ മാഹാത്മ്യം പറയണമെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മാഹാത്മ്യം, ഭാഗവത മാഹാത്മ്യം. 7-ാം തീയതി വൈകുന്നേരം ആചാര്യ കേശവദേവ പറയുന്നത്. പാരായണ രംഗത്ത് അതിപ്രശസ്തനാണ് തിരുവൈരാണിക്കുളം കേശവദേവ്. എഴുത്തച്ഛന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. കുട്ടൻ എഴുത്തച്ഛന്റെ കൊച്ചുമാൻ എന്നാ പറയുന്നത്. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, വാക്സിദ്ധിക്ക്. ആഗമാനന്ദ സ്വാമിയുടെ പരമ്പരയിൽപ്പെട്ട ആള് എന്നാണ് പറയുന്നത്. ബന്ധുവാണെന്ന് അവന്റെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അവരൊക്കെ കഥ പറയും നല്ലതുപോലെ. അവരുടെയൊക്കെ ഔപചാരികമായിട്ടാണ്. തലേ ദിവസം മഹാത്മ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞു, ഗ്രന്ഥ നമസ്കാരം. ഇവിടെ ഞാൻ ഔപചാരികത ഭഗവാനോട് ചോദിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ തീരുമാനിച്ചിരിക്കുക. സാമ്പ്രദായിക രീതിയിൽ കൊണ്ടു നടക്കുന്ന ശ്രീമദ് ഭാഗവത യജ്ഞം കൊണ്ട് അധികം പേരൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സംസ്കൃത ഭാഗവതം വായിക്കുന്നവരെ കാണുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് പേടിയാ കേട്ടോ. അപ്പോൾ ആ പേടി എനിക്ക് പണ്ടേ മാറിയതാണ്. ഞാൻ സംസ്കൃത ഭാഗവതം തന്നെ പാരായണം ചെയ്യുന്നത്. ഞാൻ മലയാള ഭാഗവതത്തിൽ സത്രം വരെ നടത്തിയിട്ട് ഞാനിത് പഠിച്ചെടുത്ത് ഭഗവാന്റെ കൃപ കൊണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. ഇതിനകത്ത് ഞാൻ ഗവേഷണം നടത്തിയിട്ടാണ് ഭാഗവത മനസ്സ് എന്ന് പറയുന്ന ഗ്രന്ഥം എടുത്ത് ഗവൺമെന്റിന് കൊടുത്തു. 5 വർഷം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കസ്റ്റഡി വെച്ചിട്ട് 5-ാമത്തെ വർഷം പ്രകാശനം ചെയ്തു ഭാഗവത മനസ്സം. റോയൽറ്റി തന്നു. കാരണം ഞാനാകുന്ന ഈ വ്യക്തിയാണോ ഇത് എഴുതിയെന്ന് അവർക്കൊരു സംശയം വന്നു അവിടുത്തെ എഡിറ്റർക്ക്. 5 വർഷം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു എന്റെ CD കൊടുത്തിട്ട്. ഞാൻ റിസർച്ച് ചെയ്ത് ഈ കാര്യത്തിൽ എന്താണ് ഇതിന്റെ ശാസ്ത്രീയത. റിസർച്ച് ചെയ്യാൻ അടിയൻ ആളല്ല, പക്ഷെ ഭഗവാൻ എന്നെ ബുദ്ധിയായി എന്നെ കൊണ്ട് തന്നെ ഭഗവാൻ അത് ചെയ്യിപ്പിച്ചു. എപ്പോഴും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഭക്തി പോകാന്.
ഇല്ലെങ്കിൽ അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളെ ആക്ഷേപിക്കുക ചെയ്യുന്നത്. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഞാൻ പറയുകയാണ്, ഈ യജ്ഞത്തിന്റെ അനുഗ്രഹദാതാക്കളും ആഗ്രഹദാതാക്കളും ഇതിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് എന്നെ കാണുക പോലും ചെയ്യാതെ യൂട്യൂബിലൂടെ കണ്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയോ ഈ എന്താ പറയുന്ന ഈ ലോകത്ത് എവിടെയൊക്കെ ഈ യൂണിവേഴ്സിലെ ഇവിടെ എവിടെയൊക്കെയോ ഇരിക്കുന്ന കുറച്ച് ധന്യാത്മാക്കളായ പെൺകുഞ്ഞുങ്ങളാണ് ഇതിന്റെ പിന്നിലെ അനുഗ്രഹീതര്. അപ്പൊ അവര് ആവശ്യപ്പെട്ടത് പ്രധാന ഭാഗങ്ങളെ പെൻഡ്രൈവിൽ എടുക്കണം എന്നുള്ളത്, നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ളത്. അവരെല്ലാം വ്രതത്തിലായി. ഞാൻ പറഞ്ഞ അനുസരിച്ച് അവരെല്ലാം വ്രതനിഷ്ഠയോട് കൂടിയിരിക്കുക. ഇവിടെ വരുന്നില്ലെങ്കിലും വ്രതനിഷ്ഠയോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിന്റെ സുഗമമായിട്ട് ദീക്ഷിതരെന്ന് പറയും. ശ്രീമദ് ഭാഗവതം രാവിലെ അങ്ങോട്ട് ഇറങ്ങി യജ്ഞശാലയിൽ നിന്ന് കേട്ടാലൊന്നും ഒരു ഗുണവും വരാൻ പോണില്ല. ഇത് കാപ്പ് കെട്ടുക എന്ന് പറയും. നല്ലപോലെ തന്നെ ദീക്ഷിതരാണ്. രക്ഷാബന്ധൻ ഗുരുവിൽ നിന്ന് വാങ്ങി നിഷ്ഠയോടുകൂടി ഇരുന്ന് ആ 7 ദിവസം ഒരു നേരത്തെ ആഹാരം കഴിച്ച് അന്യവചനങ്ങളൊന്നും പറയാതെ ശ്രദ്ധ ഭഗവാനിൽ കൊടുത്ത് ഗുരുവിനെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് കേൾക്കേണ്ട കാര്യമാണിത്. ആ ഒരു കാര്യത്തിനാണ് നമ്മളിപ്പോൾ മുതിരുന്നത്. ഇത് ഭഗവാൻ തന്നെ നടത്തുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഭഗവാൻ തന്നെ നടത്തുന്നതാണ്. അപ്പോഴാദ്യമേ തന്നെ ഇവിടുത്തെ യജ്ഞം കൊണ്ട് അറിയേണ്ടത് ഇതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞൊരു കണ്ണാടി പ്രതിഷ്ഠിച്ച്, ഈ സമയത്ത് ഞാനും കാണിക്കുന്ന ഇത് തന്നെയാണ്. ഈ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാം. ഭാഗവതം കണ്ണാടിയാണ്. ഭാഗവതത്തിന്റെ ഓരോ പദങ്ങളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പഠിച്ചെടുത്താല് ശ്രവണം മാത്രം പോരാ, മനസ്സിലാക്കണം. അവരവരെ കാണാം. അതിനകത്ത് എന്നെയല്ല കാണുന്നത്, നിങ്ങളെ കാണാം. അതിന് ഉള്ള ശ്രമമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ഭഗവാൻ ചെയ്യിക്കുന്നത്, ഞാൻ ചെയ്യുന്നില്ല, ഭഗവാൻ ചെയ്യിക്കുന്നത്. ഇനിയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്ത ധാരാളം പേരുണ്ട്. എത്ര പേർക്ക് ഈ മണ്ണിൽ വന്ന് വേദിയിൽ ഭഗവാനെ പ്രതീക്ഷിച്ച് ഭദ്രദീപം പ്രതീക്ഷിച്ച് കഴിയുമ്പം കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. കാരണം നിഷ്ഠയില്ല. പിന്നെ കൈ മുതൽ മുടക്കി ഒരാൾക്ക് അന്നദാനം കൊടുക്കാൻ പോലുള്ള മാനസികാവസ്ഥയില്ല. ധാരാളം ധനം ദുർവിനിയോഗം ചെയ്യുകയാണ് ഹോസ്പിറ്റലുകളില്. ഹൃദയമാറ്റം, ശസ്ത്രക്രിയ തൊട്ട് ഇങ്ങോട്ട് തോന്നി എല്ലാം മാറ്റാം. വല്ലവന്റെ അവയവങ്ങൾ വാങ്ങിയെടുത്താലും അവനവന് സുഖമായിട്ട് ജീവിക്കാൻ പണം ഉണ്ടെങ്കിൽ എന്നുള്ള അവസ്ഥയാണ് ഇന്ന് ഈ സമാജത്തിലുള്ളത്. ആലോചിക്കണം. സ്വന്തം കാല് വേദനിച്ചാൽ ഒരു മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ഈ സമാജത്തിലുണ്ട്. കണ്ണ് വയ്യാതെ വന്ന് കണ്ണാടി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത പ്രായമായവരുണ്ട്. ആ സ്ഥാനത്ത് കോടികൾ മുടക്കി ഇവിടുത്തെ ബൂർഷ മുതലാളിമാര് അന്യരുടെ അവയവം വാങ്ങി ഫിറ്റ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അവിടെയാണ് ഞാൻ ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അവർക്കൊന്നും അനുഗ്രഹം കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം ഇത് സത്യം പരന്തീമകയാണ്, പ്രകടനമാണ്. ഇങ്ങോട്ട് വന്നിട്ട് കാലിൽ വീണിട്ട് രക്ഷിക്കണേന്ന് പറയുന്നത് എന്തിനാ? രാഷ്ട്രീയത്തിൽ ഉയരണം, പേര് കേൾക്കണം. ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവരെ ഒന്നും എനിക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവോയ്ഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ ആരാ, ബ്രഹ്മാവാണോ എന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിന് പോലും പറ്റാത്ത കാര്യമായത്. ശ്രീമദ് ഭാഗവതം ഭക്താരം പൃച്ഛകം സ്രോതം തൽപാദസലിലം യഥാ. ശ്രീമദ് ഭാഗവതം പറയാമോ അമ്മേ? സ്രോതും പൃച്ഛകം ആ പറയാമോ എന്ന് ചോദിച്ച ധന്യാത്മാക്കളായ പെൺകുഞ്ഞുങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ മുൻപിൽ ഞാൻ നമ്രശിരസ്കയായിട്ട് നിന്ന് പറയുകയാണ്. നമ്മൾ ലക്ഷ്യങ്ങൾ വേണ്ട ഒരു സംഭവമാണ്. പന്തല്, മൈക്ക്, പൂജ, എണ്ണ, ആഹാരം, അതിലുപരി ആചാര്യന്മാരുടെ ദക്ഷിണ. ഞങ്ങളിങ്ങ് വന്നോളാം കേൾക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ആരെയും ഞാനിവിടെ ക്ഷണിക്കുന്നില്ല. അവരാരും കേൾക്കാനല്ല വരുന്നതും. നിഷ്ഠ വേണം. ഇനിയുള്ള ദിവസങ്ങളിൽ നാരായണനാമം ജപിക്കുന്നവരായിരിക്കണം ഇവിടെ വരുന്നത്. കൃത്യമായിട്ട് നാമസങ്കീർത്തനം ഉള്ളവർക്ക് എനിക്കിത് ഈ പന്തലിൽ കയറ്റിയിരുത്താൻ പറ്റത്തുള്ളൂ. ഒരാളെ ഉള്ളെങ്കിൽ ശരി, അത് മതിയെന്ന് വെക്കും. നാമസങ്കീർത്തനം ഇല്ലാതെ, നാമജപ സംസ്കാരം ഇല്ലാതെ ഈ ആശ്രമത്തിലെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല.
വരാമെന്ന് വിചാരിച്ചാലും സമയത്ത് വരുത്തത്തില്ല. അത്രയ്ക്ക് വലിയ ശക്തനായ ഗുരുവാണ് പ്രഭാകര സിദ്ധിയോഗി. കരുവറ്റ ശ്രീരാമഭദ്രാനന്ദ സ്വാമികൾ, രണ്ട് മഹത്തുക്കൾ ഇവിടെ ഇരിക്കുകയാണ്, വേറെ ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ഭാഗവത മാഹാത്മ്യം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് കേട്ടാൽ എന്ത് കിട്ടും എന്നുള്ള എല്ലാം കിട്ടും. അതിനു മുമ്പ് കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം. നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഫാമിലി സ്റ്റാറ്റസ്, നിങ്ങളുടെ പേര്, എന്താ ഡിഗ്രി എന്നൊക്കെ ചോദിക്കുന്ന പോലെ അതിലും കൂടുതലാണ് ഭാഗവത ശ്രവണത്തിന് വരുന്നവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ടൈം ആൻഡ് എനർജി വെറുതെ കളയാനൊക്കെ ഇല്ല. വേദിയിലേക്ക് കടന്നു വരുന്നവര് വ്യക്തമായ താല്പര്യത്തോടു കൂടി വരണം. വ്യക്തമായ ലക്ഷ്യം വേണം. എനിക്ക് ഈ ഭാഗവതം ഇവിടെ ഇരുന്ന് കേട്ട് എന്റെ ജീവന് മുക്തി കിട്ടണം, എനിക്കിത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ആര് കടന്നു വന്നാലും വരണം. വരുന്നത് പോലെ നമ്മൾ ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കണം. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ഈ പ്രാണനെയാണ് അവര് ഉപയോഗിച്ച് പാരായണം ചെയ്യുന്നത്. സംസ്കൃത ഭാഗവതം, മലയാള ഭാഗവതം ഞാൻ പറയുന്നില്ല. വളരെ അരോചകമായ രീതിയിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഈ 41 വായന പോകുന്നത്. മൈക്കിന്റെ മുമ്പിലിരുന്ന് അങ്ങ് ഇഴഞ്ഞ് കഷ്ടപ്പെടുകയാണ് ആൾക്കാര്. കാരണം ശബ്ദം കിട്ടത്തില്ല 41 ദിവസത്തേക്ക്. അശാസ്ത്രീയമായ മലയാള ഭാഗവത പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. ഇത് കേൾക്കുന്നവർക്ക് ശ്വാസമുട്ടൽ വരും. കാര്യം അകാരോകാരം അകാരങ്ങളെ അപ്ലോഡ് ചെയ്തിട്ട് പ്രാണനെ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഭാഗവതം വായിക്കേണ്ട. അങ്ങനെ പ്രാണായാമം ചെയ്ത യോഗികൾ എഴുതിയത് എഴുത്തച്ഛനാണെങ്കിലും വേദവ്യാസ ഭഗവാനാണെങ്കിലും അത് മിസ്യൂസ് ചെയ്യുവാണ് ഇന്ന് കേരളം. അതിന്റെ പകരം ഉണ്ടാകുന്ന ശ്വാസമുട്ടലായിരിക്കും കേൾക്കുന്നവർക്ക്. കൃത്യമായിട്ട് ശബ്ദമാലിന്യം തീർക്കാനാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോഴിത് അനാശാസ്യമായ പദപ്രയോഗങ്ങളും അനാശാസ്യമായ വെല്ലുവിളികളും ശാസ്യമായ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും തത്വപ്രചരണങ്ങളും ആശയപ്രചരണങ്ങളും കൊണ്ട് ദുഷിച്ചിരിക്കുകയാണ് ഈ അന്തരീക്ഷം. കണ്ടില്ലേ, ഭയങ്കര മഴ. അന്തരീക്ഷം ദുഷിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിലാണ് ദേവന്മാർക്ക് വന്നു പോകേണ്ടത്. ദേവന്മാര് വരത്തില്ല, പൈശാചിക തലം വരെ ഇവിടെ ഇപ്പം പോപ്പുലർ ആകത്തുള്ളൂ. അപ്പൊ ദേവതലത്തിലേക്ക് വരണമെങ്കിൽ, ദേവന്മാര് ഭൂമിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ധനധാന്യാദികൾ ഉണ്ടാവുള്ളൂ. അതിന് ഭഗവാന്റെ ശബ്ദം കേൾക്കണം, ഭഗവാന്റെ നാമം കേൾക്കണം, ഭഗവാന്റെ ചരിത്രം കേൾക്കണം. അതിസാഹസികമായ ഒരു കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ ഇവരുടെയൊക്കെ എന്നെ വിശ്വസിക്കുന്ന ഈ സ്ത്രീകളെല്ലാം പറഞ്ഞനുസരിച്ച് കയറിയിരിക്കുന്നത്. കാരണം ഇത് വളരെ മോശമായ ഒരു ഗ്രാമമാണ്. കൃത്യമായിട്ട് ഈ റോഡിൽ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപമൃത്യു നടന്നുകൊണ്ടിരിക്കുകയാണ്, പെൺകുട്ടികള് ആത്മഹത്യ ചെയ്യുകയാണ്. അത്രയ്ക്ക് മോശമായ ഒരു ആധ്യാത്മിക തലത്തിലാണ് ഇപ്പൊ ഈ ഗ്രാമം നിൽക്കുന്നത്. ഞാൻ ജീവിക്കുന്ന ഗ്രാമം ആയതുകൊണ്ടും പ്രഭാകര സിദ്ധിയോഗയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും എല്ലാവരും ആശ്രമത്തെയല്ല ആദരിക്കുന്ന ക്ഷേത്രത്തെയാണ്. ക്ഷേത്രം അതിന്റെ തത്വത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഒരു പാർട്ടിയുടെയും കാര്യങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേൾപ്പിക്കാൻ പാടില്ല, ഒരു പാർട്ടിയുടെയും. ഇനി മഹാവിഷ്ണു തന്നെ വന്നിട്ടാണെങ്കിലും ശരി, അദ്ദേഹം പറയാണ് ആ ക്ഷേത്രദേവതയുടെ മഹാത്മ്യം അവിടെ പറയേണ്ടത്. അതിനു പകരം ഒരുപാട് പദച്യുതി വന്നു, ഒരുപാട് അനിഷ്ടങ്ങൾ ഞാൻ ജീവിക്കുന്ന ഈ നാട്ടിൽ കാണുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഒരു പിരിവിനും നമ്മൾ പോയിട്ടില്ല. ഏകാഗ്രമായിട്ട് നിഷ്കാമമായിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളും വിഷ്ണു കഥകളും നാമജപങ്ങളും സംഹിതാ മധ്യഗാമിമാം അനേക ഋഷിമാര് ഇവിടെ പ്രസന്റ് ആകും 7-ാം തീയതി തൊട്ട്. മൈത്രേയ മുനി, വിതുരര്, ഉദ്ധവോപദേശം, അക്രൂരസ്തുതി, ബ്രഹ്മസ്തുതി, നാരദസ്തുതി എന്ന് വേണ്ട, സംഹിത എന്ന് പറയുമ്പം പല പല ഋഷീശ്വരന്മാരുടെ ആശയങ്ങൾ ക്രോഡീകരിച്ചതാണ് ഈ ഭാഗവതം, ശ്രീമദ് ഭാഗവതം. അവരെല്ലാം ഈ അന്തരീക്ഷത്തിൽ വരും ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ. ആദ്യത്തെ കുറച്ച് പ്രയാസമേ കാണുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മളെ തീരെ ഒരു നെഗറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും വലിയ ഔഷധമായ ഭാഗവതം കൊണ്ടുവരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് വരും. പക്ഷെ അതെല്ലാം തരണം ചെയ്യേണ്ടത് ഭഗവാനാണ്, ഞാനല്ല. ആരുടെ കൽപ്പന ഞാൻ അനുസരിക്കുന്നോ ഇതന്നെ മമ, ഞാനല്ല. ആ കൽപ്പനയ്ക്ക് ഒരു ഉപാധിയാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട്
ഈ ഭാഗവതം, ഇവിടെ നടക്കുന്ന ഭാഗവതം സഡൻ എഫക്റ്റ് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയുക. ഇത് പങ്കെടുത്ത സത്യസന്ധതയോടുകൂടിയും വളരെ വിനയാന്യതരായിട്ട് ഭഗവത് ഭക്തിയോടുകൂടി ഇതിൽ പങ്കെടുക്കുന്നവരുടെ തീരാത്ത ഒരു സങ്കടം ഭഗവാൻ മാറ്റിത്തരും. കാര്യം അത്ര സത്യമുള്ള സ്ഥലമാണിത്. ഈ പ്രഭാകര സിദ്ധിയോ ഈ വാണരുളുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിനപ്പുറം ഭഗവാന് പ്രഭാകര സിദ്ധിയോയാണ് ഇതെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ശ്രീകൃഷ്ണനും കൂടെ അദ്ദേഹത്തിന് അറിയാം ഏത് ഔഷധം പ്രയോഗിക്കണം ഈ കലിയുഗത്തിന്റെ ദോഷം തീരാൻ. അത് ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അപ്പം പറഞ്ഞല്ലോ, നിഷ്ഠയുള്ളവരായിരിക്കണം പങ്കെടുക്കാൻ പറ്റുന്നത്, നാമജപ സംസ്കാരമുള്ളവരായിരിക്കണം, ലോഭമുള്ളവരായിരിക്കരുത്, പിന്നെ ദുരുദ്ദേശം കാണരുത്. ഇവിടെ വന്ന് ഇച്ചിരി പുണ്യം നേടിയിട്ട് രാഷ്ട്രീയത്തിൽ പോയി എനിക്കൊന്ന് വൈറലാകാന്ന് വിചാരിച്ചുള്ളവർ ഇവിടെ വരണ്ട. നിഷ്കാമ ഭക്തിയോടുകൂടി തന്നെ ഉള്ളവരെ ഞാൻ ഇവിടെ പ്രവേശിപ്പിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ജന്മജന്മാന്തരമായിരിക്കുന്ന തപസ്സുകൊണ്ടും സജ്ജനങ്ങളായിരിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ സഹായം കൊണ്ടും ഒരു സൽക്കർമ്മം അനുഷ്ഠിക്കുമ്പോഴേ ഇവിടെ ഓടി വന്ന് അമ്മയെന്നും പറഞ്ഞ് കാലെ പിടിച്ചിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ ഉയരണമെന്നും എനിക്ക് പേരെടുക്കണമെന്നൊക്കെ പറഞ്ഞൊന്നും അങ്ങനെയുള്ളവരെ ഗേറ്റിന് പുറത്തേ നിർത്താൻ പറ്റുള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സന്നിപാതികളെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റാരും പറയാൻ ധൈര്യം കാണിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എങ്ങനെയുള്ളവരെ ഒന്നും ഇവിടെ കയറ്റരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഗന്ന കുര്യാദ സദാം ചിഷ്ണോദരത്യപാങ്കുജിത് തസ്യാനുഗസ്താമസ്യന്തേ പദത്യന്താനുകാന്തവത്. സംഗന്ന കുര്യാദ സദാം ചിഷ്ണോദരത്രിപാങ്കുജിത് തസ്യാനുഗസ്ത അസ്യന്തേ പദത്യന്താനുകാന്തവത്. ഉപസ്ഥം, ഉദര എന്നിവയെ മാത്രം തൃപ്തിപ്പെടുത്താൻ ജീവിതം ഹോമിക്കുന്നവനെ ദുർജനം എന്ന് പറയുന്നു. ഒരിക്കലും ഇത്തരക്കാരുടെ കെണിയിലകപ്പെട്ട് സുഹൃത്ബന്ധം സ്ഥാപിക്കാനേ പോകരുത്. അന്ധനെ നയിച്ചാൽ എങ്ങനെ? അങ്ങനെയുള്ള അനുഭവത്തിനിടയാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ എന്റെ കഥ കേൾക്കാൻ അർഹരല്ല. ഞാനല്ലേ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞ് ഞങ്ങളെ ദുഷിക്കുകയാണോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാന് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞ കാര്യമാണിത്. ഇവരെ ഒന്നും കേറ്റണ്ട ഭാഗവതം കേൾക്കാൻ. യഥാ ഭജിതമം ഭക്ത്യാ നിരപേക്ഷ സകർമാഭി ത്വം സത്വപ്രകൃതിം വിദ്യാ പുരുഷം സ്ത്രീയാമേവ. യാതൊന്നും ആശിക്കാതെ സ്വകർമ്മങ്ങൾ കൊണ്ട് ഭക്തിയോടെ എന്നെ ഭജിക്കുമ്പോൾ ആ വ്യക്തി പുരുഷനായാലും സ്ത്രീ ആയാലും സത്വഗുണപ്രധാനിയായ അവൻ എന്റെ കഥ കേൾക്കാൻ അർഹനാണ് കേട്ടോ. മനസ്സിലായോ? പ്രവർത്തി ലക്ഷണേ നിഷ്ഠാപുമാൻ ഗർഗി ഗൃഹാശ്രമേ സ്വധർമ്മേ ജാനുദിഷ്ടേത ഗുണാനാ സമദീർഘിസ. ഏകാദശത്തിലേതല്ല. ഏകാദശ ആര് കേൾക്കുന്നു? രുക്മിണീ സമരം കഴിയുമ്പോൾ ബിരിയല്ലേ. എപ്പോൾ മനുഷ്യൻ സ്വധർമ്മത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും നിഷ്ഠ വഹിക്കുന്നു ആ നിഷ്ഠാവൃത്തിയുള്ളവരെ സന്നിവാദികൾ എന്ന് പറയുന്നു. അയ്യോ ഞങ്ങളുടെ ഭാര്യയും മക്കളെയും കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇഷ്ടമാതിരി പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും വരുന്നത്. ഞങ്ങള് ഒരു തെറ്റിനും പോകുന്നില്ല അമ്മേ. പക്ഷേ ഇവരെ സന്നിവാദികൾ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തി ലക്ഷണേ നിഷ്ഠാപുമാന്യർഗൃഹാശ്രമേ സ്വധർമ്മേ ജാനുദിഷ്ടേത ഗുണാന സമിദീർഘസ. ഒരിക്കൽ പോലും അവർ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആത്മാവിനെ കുറിച്ച് പറയുന്ന സ്വാമിമാര് നമ്മുടെ യൂട്യൂബിലുണ്ട്. ആത്മാവിനെ അവര് ഒരിക്കലും കിട്ടത്തില്ല. കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, വീട് മെയിൻറ്റെയിൻ ചെയ്യുക, വീട്ടുപകരണങ്ങളെല്ലാം വാങ്ങിച്ചു വയ്ക്കുക, കാറ് വാങ്ങിക്കുക, മക്കളെ പഠിപ്പിക്കുക, മക്കളെ കല്യാണം കഴിപ്പിക്കുക, രോഗമാകുക, മരുന്ന് കഴിക്കുക, മരിക്കുക. ഇവരെ സന്നിവാദികൾ എന്നാണ്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ളവർ ഇത് കേൾക്കാൻ അർഹരല്ല. നിവൃത്തമാനസരാകണം. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ദി ചെയിൻ. കൊറോണ വന്നപ്പോ എല്ലാവരും ഭക്തിയിലേക്ക് വന്ന് ഏത് മന്ത്രം ജപിക്കണമെന്ന് വരെയായി. പിന്നെയും കുഴപ്പത്തിലായി. സ്വത്ത് സമ്പാദിച്ചവർക്കൊന്നും സ്വന്തം ശവം പോലും ദഹിപ്പിക്കാനായിട്ട് വീട്ടുകാർ കൊണ്ടുവന്നില്ല. അത് കണ്ടവരാണ് നമ്മുടെ ഈ കേരളം. ശവം എവിടെ പോയെന്ന് കണ്ടിട്ടില്ല. 2ാം നില 3ാം നില ഉള്ള വീട്ടുകളിൽ ഉണ്ടാക്കി വെച്ചവര് പോലും ശ്മശാനം പോലും ഇല്ലാതെ പോയത് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് ഇതൊരു മായ, കൺകെട്ട് വിദ്യയാണ് ഭഗവാന്റെ ഇത്. കൃത്യമായിട്ടും അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ആയുഷ്കാലത്ത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇത്രയും കാര്യങ്ങള് ഇതിന്റെ പിന്നിൽ കിടക്കുകയാണ് ഈ ഭാഗവതത്തിന്. അപ്പം
ആ ഭാഗവതം അല്ലേ, ഞങ്ങളിങ്ങി വന്നോളാം എല്ലാ ദിവസവും. വന്നാ പോരാ, ഇതിനകത്ത് ധനവ്യയം ചെയ്യുന്നവർക്കേ ഫലമുള്ളൂ. വീട്ടിൽ നല്ല കാര്യമായിട്ട് പണം സമ്പാദിച്ചു കൊടുക്കുന്നവർക്കല്ല, പണം സൽക്കർമ്മത്തിന് വ്യയം ചെയ്യുന്നവര് കേൾക്കട്ടെ കേട്ടോ. കാംചിന്മാ അനുദ്യാനേന നാമസങ്കീർത്തനാദിവി യോഗേശ്വര അനുവൃത്യാവ അന്യാദശാദുദാൻ ശനേ. എന്റെ നാമസ്മരണ കൊണ്ടും കീർത്തനാദികൾ കൊണ്ടും കഥാശ്രവണം കൊണ്ടും മഹാപുരുഷന്മാരുടെ സത്സംഗം കൊണ്ടും കാമാദികളെ നശിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിക്കാണും, എനിക്കറിയാം. ഈ വകുപ്പാണെങ്കിൽ നമുക്കിനി ഇവരുടെ യൂട്യൂബ് പോലും കാണണ്ടെന്ന് നിങ്ങൾ പറയും. പറഞ്ഞോ, കാരണം ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളും ഞാൻ ചെയ്യുന്നില്ല, ഒന്നും ഓഫർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ ബോധതലത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ബ്രഹ്മദേവന് പോലും മൂഢത്വം വന്നു. കുറേ സൃഷ്ടിയെല്ലാം നടത്തിയിട്ട് ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തോന്നി അദ്ദേഹം മൗഢ്യപ്പെട്ട് ആ താമരയിലിരുന്നു ലോകപത്മത്തില്. ഇവിടെ നമ്മളോ 50 വയസ്സ് കഴിയുമ്പോൾ ഡിപ്രഷനിലാകും. കുട്ടികളെ പഠിപ്പിക്കുന്നവര് നല്ല ആക്റ്റീവ്, അത് കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോൾ അതിലും ആക്റ്റീവ്, അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ അതിലും ഡൗൺ ആയി, പിന്നെ അവർ വരാതാവുമ്പോൾ തീരെ ഡൗൺ ആയി, പിന്നെ രോഗമായി. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവിന് 2 അക്ഷരം കിട്ടി, താപ. തപിച്ചപ്പോ തപസ് ചെയ്തപ്പോ കിട്ടി. അതുപോലെ ഞങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഒരു ദിവസം പുസ്തകം എടുത്തിട്ടങ്ങ് ഇറങ്ങിയതല്ല, ജന്മജന്മാന്തരമായിട്ട് അകത്തേക്ക് നോക്കി എന്താണ് ഭഗവാൻ ഈ കാണുന്ന ലോകം. വാസ്തവത്തിൽ ദ്വൈതമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കണ്ണാടിയിലെ നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ കാണുന്ന പോലെ ഉള്ളൂ. കണ്ണാടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നത്. അത് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ, അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പ്രപഞ്ചം വിട്ടു പോകുന്നതിന് മുമ്പ്, ഈ ഭൂഗോളം വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് പകർക്കുക എന്നുള്ളതാണ്. പകർന്നു കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. അത് ഭഗവാൻ എന്താ അത്യാവശ്യമുണ്ട്. ആത്മജ്ഞാനികളല്ലെങ്കിലും ആത്മദാഹികളുണ്ട്. ആത്മാവിനെ കുറിച്ച് അറിയണം. എല്ലാം അറിഞ്ഞു, ആത്മാവിനെ കുറിച്ച് അറിഞ്ഞില്ല. ഇങ്ങനൊരു സാധനം ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാ ചലിക്കുന്നത്. ഇങ്ങനൊരു സാധനം ഉള്ളത് കൊണ്ടാണ് ഈ ലോകം നമ്മൾ കാണുന്നത്. ഇല്ലെങ്കിൽ ലോകം നമുക്കില്ല. ശവം കാണുന്നുണ്ടോ? ശവത്തിന് ലോകം കാണാൻ പറ്റുമോ? അപ്പൊ ശിവ അകത്തുള്ളതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ ലോകം കാണിച്ചു തരുന്ന പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ പത്മാദി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിയാൻ ഇതേ നല്ലൂ കേട്ടോ. അതുകൊണ്ട് ഈ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആത്മാവിലേക്ക് ഒന്ന് സമർപ്പിക്കുന്ന കർമ്മമാണ് ഈ 7 ദിവസം. ഈ 7 ദിവസം കൊണ്ട് ശരിയായ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്ന് ശരിയായ രീതിയിൽ ഇതെന്റെ ആവശ്യമാണെന്ന് കണ്ട് തനവും മനവും ധനവും ഉള്ളവര് സമർപ്പിച്ച് ഭഗവാനെ സേവിക്കുകയാണ്. എന്നെ സേവിക്കാൻ ഞാൻ പറയുന്നില്ല. എല്ലാവിധമായ സംശയങ്ങളും ദൂരീകരിച്ച് പിതൃക്കൾക്ക് മോചനം കിട്ടും. നമ്മുടെ മനസ്സിന് ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ഈതിബാധകൾ ഉണ്ടെങ്കിൽ മാറിപ്പോവും, ഭ്രാന്ത് വരെ മാറും. അടുത്ത തലമുറ രക്ഷപ്പെടും. തലമുറയിൽ നല്ല കുട്ടികൾ വന്ന് ജനിക്കും, പ്രേയസ്സും കിട്ടും. ഇത് മഹർഷിയുടെ സ്ഥാനമാണ്, പ്രഭാകര മഹർഷിയുടെ സ്ഥാനമാണ്. ഇതിന്റെ ആചാര്യൻ അദ്ദേഹമാണ്. ആലോചിച്ച് നോക്കിയേ, ഋഷി പരമ്പരയിൽ നിൽക്കുന്ന 700 വർഷം അതിലുമേറെ ജീവിച്ചിട്ട് ഇപ്പോഴും പെർമനന്റ് ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങള്. ലൈവാണ് സംഭവം. അദ്ദേഹത്തിന്റെ ഇഷ്ട സ്ഥാനമാണിത്, നിത്യ സാന്നിധ്യമുള്ള സ്ഥാനമാണിത്. ഭാഗവതം അദ്ദേഹത്തിന് പരമ സന്തോഷമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് നിത്യം കളിയാടുവാണ്. തിരുവാറമള അപ്പന് സമർപ്പിച്ചതാണ് ഈ മണ്ണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പവർ. ഇവിടെ വന്ന് ഈ ഒരു മഹത്തായ സംരംഭത്തിൽ എല്ലാവിധത്തിലും പങ്കാളികളായി. മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഉയരണമെന്നും ജോലിയിൽ പ്രമോഷൻ വേണമെന്നും അല്ലെങ്കിൽ പേരെടുക്കണമെന്നും ഇതൊന്നും ചിന്തിച്ച് ദയവ് ചെയ്ത് ഈ ചെറിയ സ്ഥലത്തേക്ക് വരും. ഇത്തിരി ഇട്ടാവട്ടം സ്ഥലമാണ്. ഈ ഗേറ്റ് കടന്നു വരുമ്പോഴേ എനിക്ക് ഭഗവാനെ കിട്ടണം. അമ്മ ഇവിടുന്ന് ദിവസം പറയുന്നുണ്ടല്ലോ പ്രഭാകര സിദ്ധിയോഗി ഉണ്ടെന്ന്. എനിക്ക് ശ്രീകൃഷ്ണന്റെ കഥ കേൾക്കണം.
എന്റെ ആത്മാവിനെ കുറിച്ച് എനിക്കറിയണം, എന്റെ ആത്മാവിന് ശുദ്ധി വേണമെന്ന് പറഞ്ഞ ആര് വരുന്നോ അവർക്കിത് ഉപകരിക്കും. ആരും വന്നില്ലെങ്കിലോ വായിക്കാനുള്ള ആളുകൾ കൃത്യമായിട്ട് വരും. കേൾക്കണമെന്ന് പറഞ്ഞ ഭാഗവതം കൊണ്ട് കുറച്ച് പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷത്തെ ഒരു സുഖബ്രഹ്മർഷി മതി, കുറച്ച് മഹർഷിമാരുണ്ടെങ്കിൽ അതും കൊള്ളാം. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈശ്വരനെ ചിന്തിക്കാതെ, ഋഷിമാരെ ചിന്തിക്കാതെ, ഗുരുപരമ്പരയെ ചിന്തിക്കാതെ, ഭാരതീയ സംസ്കാരത്തെ ചിന്തിക്കാതെ, എപ്പോഴും എന്റേതെന്നും ഞാനെന്നും എന്റെ പാർട്ടി, എന്റെ വീട്, എന്റെ മക്കളെന്ന് പറഞ്ഞ് ചിന്തിച്ച് ശരീരം നശിപ്പിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം കൊണ്ടെല്ലാം സന്നിവാദികളായിട്ട് നിന്നിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് ഞാൻ ഇത്തിരി ഭക്തി മാർഗത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു, എന്താണ് മാർഗം എന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് നിവൃത്തിയില്ല. ഞാന് എന്റെ ജീവൻ കൊടുത്ത് എന്റെ ജന്മം കൊടുത്തിട്ട് നേടിക്കൊണ്ട് വരുവാ ഈ സംഭവം. ഇത് തത്തുല്യമായ ആൾക്കാർക്ക് പകർന്നാൽ എനിക്ക് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞല്ലോ, പാത്രം ശുദ്ധമായിരിക്കണം. ഏതന്മമ ഭക്തേഷു സമ്പ്രദദ്യാ സുപുഷ്കലം തസ്യാഹം രമദായസ്യ ദദാമ്യാത്മാനമാത്മനാ. ഏതന്മമ ഭക്തേഷു സമ്പ്രദദ്യാ സുപുഷ്കലം തസ്യാഹം രമദായസ്യ ദദാമ്യാത്മാനമാത്മനാ. ഇതെന്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന പുണ്യാത്മാവിന് ഞാൻ എന്റെ ആത്മാവിനെ പോലും കൊടുക്കുന്നതാണ്. എന്റെ കഥ മതി ഉദ്ധവ, എന്റെ കഥയിലൂടെ നിങ്ങൾക്ക് എല്ലാം നേടാം. നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് നല്ല രീതിയിലുള്ള വ്യതിയാനം ഉണ്ടായി നിങ്ങൾ ഒരു വലിയ ലോകത്തേക്ക് കടക്കുന്ന ഒരു അവതരണമാണ് 7 ദിവസം നമ്മൾ ഇതര ലോകങ്ങളെ കുറിച്ചാണ് കേൾക്കുന്നത്. നമുക്കറിയത്തില്ല ഈ ഭൂമിക്ക് ഉപരിയുള്ള ഉപരിലോകങ്ങൾ, അതെല്ലാം വേദവ്യാസ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് കേൾക്കുന്നവൻ നവയൗവനം പ്രാപിക്കുന്നു. ഇപ്പം നിങ്ങൾ വയസ്സായി, കിളവനായി, മരിക്കാറായി, ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ അറിയാം വാർദ്ധക്യത്തിലെത്തിയവർ. ഇക്കാലത്ത്, പണ്ടല്ല, നല്ല തേജസ്വികളായ അമ്മമാരും അച്ഛന്മാർ, നമ്മുടെ കാരണവന്മാര്, അവര് ചന്ദനക്കുറിയൊക്കെ തൊട്ട്, അമ്മമാരാണേലും പൊട്ടൊക്കെ തൊട്ട് നല്ല കാതിത്തോടെയൊക്കെ ഇട്ടിട്ട് അവരുടെ ചിരിയും കളിയും പല്ല് പോയാലും ഇന്ന് ഓരോരുത്തരുടെ മുഖം നോക്കിയാൽ ഈ ലോകഗതി, ഈ സമാജത്തിന്റെ ബോധതലം എവിടെ നിൽക്കുന്നത് നമുക്കറിയാം. സംസ്കാരം എല്ലാം കെട്ടുപോയി. പ്രാകൃത രൂപികളായ വയസ്സായവരെയെ കാണുന്നത്. ജ്ഞാനി വൃദ്ധന്മാരില്ല. 50 വയസ്സിലെ വൃദ്ധരാകുക എല്ലാരും മനസ്സുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികളെ നന്നായി വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഭാഗവതേ പറ്റുള്ളൂ. ഐശ്വര്യം, നിങ്ങൾക്ക് എത്ര ധനം വേണം, നിങ്ങൾ നിഷ്കാമമായിട്ട് ഭഗവാന്റെ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഭഗവാനാ തരുന്നത്. ഒരു പിടി അവല് കൊണ്ട ഒരു ദ്വാരക തീർത്ത് കൊടുത്തത്. അല്ലാതെ അത് കിട്ടണമെന്നും പറഞ്ഞു വരണ്ട. തരാനുള്ള ആള് ഭഗവാനാ. എല്ലാ മനസ്സുകളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാ, ഹൃദയസ്ഥിത. ഈശ്വര സർവഭൂതാന ഹൃദയശേ തിഷ്ഠതി ബ്രാഹ്മയൻ യന്ത്രാരൂഢാനി മായ. അതുകൊണ്ട് പിതൃശുദ്ധിക്ക്, പ്രേതശുദ്ധിക്ക് നാരായണ ബലി പോലും നടത്തിയിട്ട് പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഭാഗവതം കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ എന്റെ വീട്ടിലെ പിതൃശുദ്ധി വേണം, ഇങ്ങോട്ട് വായോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അത് ഇവിടെ സാധ്യമല്ല. ഈ യജ്ഞത്തില്, ഈ യജ്ഞം കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാത്വികമായിരിക്കുന്ന ബോധത്തിൽ നിൽക്കുന്നവർക്കായിരിക്കും. ഇത് മുക്തിദായകമാണ്, ഭക്തിദായകമാണ്, ആത്മാവിനെ കാണിച്ചു തരുന്നതാണ്, സുഹൃതിദായകമാണ്. അല്ലാതെ പേയും പിശാചും കെട്ടിത്തൂങ്ങുന്നതും തല്ലിക്കൊന്നതും ആത്മഹത്യ ചെയ്യാനുള്ള പിതൃക്കളുണ്ടെന്നാ ഇങ്ങോട്ട് പോന്നേക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനല്ല. ഈ ഒരു യജ്ഞം ജ്ഞാനയജ്ഞമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മുഴുവനും വീഡിയോ പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് സജ്ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കത്തക്ക ഇത് ഇവിടെ നടക്കുന്ന ഭഗവാൻ നടത്തുന്ന ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനു വേണ്ട ധനം, ഇതിനു വേണ്ട സമയം ചെലവഴിക്കണം. നിങ്ങൾ ധനം വിനിയോഗിക്കണം, പ്രാണോർജം വിനിയോഗിക്കണം, ഭഗവാനെ സ്നേഹിക്കണം, ഈ പറയുന്ന ആളിനെ എത്ര കണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇതെല്ലാം ആയിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വന്നാൽ നമുക്കിവിടെ 7-ാം തീയതി തൊട്ട് ഒരു എന്താ പറയുന്ന ഭഗവാന്റെ വൈകുണ്ഠമായിരിക്കും ഇവിടെ. ഇപ്പോഴേ ഉണ്ട് ഭഗവാൻ. 7-ാം തീയതി ഓച്ചിറ ചുറ്റുനാമ സമിതിയുടെ നാരായണ നാമ മന്ത്രത്തോടുകൂടിയായിരിക്കും ഇതൊരു ശുദ്ധീകരണം. 8-ാം തീയതി ഭാഗവതം തുടങ്ങിക്കും ഭഗവാൻ. ഇതെന്നെ മമ, ഇതൊന്നും എന്റെ വാക്കുകളല്ല. ഞാന് വളരെ ശാന്തമായിട്ടിരുന്നപ്പോഴാണ് ഭഗവാൻ പറയുന്ന മാഹാത്മ്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഭക്തിയാകുന്ന ദേവിക്ക് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കൾ വൃദ്ധരായി കരയുന്ന കണ്ടപ്പോഴേ നാരദരോട് ചോദിക്കുകയാണ്, എന്താണ് നാരദരെ, ഞാൻ യൗവനയുക്തിയായിരിക്കുന്നു, എന്റെ മക്കൾ
അപ്പൊ ജ്ഞാനവും വൈരാഗ്യവും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോഴാണ് സനകാദികൾ പറയുന്ന ശ്രീമദ് ഭാഗവതം മതി. അതുകൊണ്ട് എനിക്ക് വാക്കില്ലല്ലോ, വാക്കാരിൽ നിന്ന് തുടങ്ങി ഭഗവാന്. അതെല്ലാം ഭഗവാനായി ഇരുന്നുകൊണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞ് ഭഗവാൻ കേൾക്കട്ടെ, നിങ്ങളാകുന്ന ഭഗവാൻ കേട്ടിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാഗ്യശാലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അറിയാനുണ്ട്, എന്നെ വിളിക്കണം. വിഷ്ണു സഹസ്രനാമ ജപവും നാരായണ മന്ത്ര ജപവും ഒക്കെ ഉണ്ടോ, നിഷ്കാമ ഭക്തിയാണോ, ഇതൊക്കെ ഒന്ന് എനിക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ സഡൻ എഫക്റ്റ് ആണ് ഇവിടെ. ഈ യജ്ഞശാല ഉടൻ ഫലം കിട്ടുന്ന യജ്ഞശാല അതുകൊണ്ട് അതുകൊണ്ട് കുറെ നിബന്ധനകൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു, എന്ന് പ്രഭാകര സിദ്ധിയോഗിയും പറയുന്നു. നമസ്തേ കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനവ പ്രകൃതി സമാ കരോമി യദ്യ സകലം പരസ്മി നാരായണായേതി സമർപ്പയാമി. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് രാധേശ്യാം.